ടെസ്ല സോഫ്റ്റ് റീറ്റെയിൽ ആപ്ലിക്കേഷന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഈ വീഡിയോ. ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി വരുന്ന ഒരു ഇന്റർഫേസ് ആണിത്. ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇത് ഫസ്റ്റ് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് കൗണ്ടർ ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി ഓപ്പൺ കൗണ്ടർ എടുത്തിട്ട് ഒന്നെങ്കിൽ സെലക്ട് ടുഡേ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡേ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കൗണ്ടർ ബാലൻസ് കൊടുക്കാൻ പറ്റും. ഞാൻ 500 ഒരു എക്സാമ്പിളിന് കൊടുക്കുന്നുണ്ട്. കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഐറ്റം കോഡ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഐറ്റം നെയിം വെച്ചിട്ട് ഐറ്റംസിന് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ 1-2 ഐറ്റംസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് ഒന്നെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യാനോ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനോ റേറ്റ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ബില്ല് പ്രിന്റ് ചെയ്യാൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഈ 3 പേയ്മെന്റ് ഓപ്ഷൻസ് ആണ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ ക്യാഷ് ട്രാൻസാക്ഷൻ വെച്ചിട്ട് ഈ ബില്ല് ക്ലോസ് ചെയ്യാണ്. ഇവിടെ നമുക്ക് കസ്റ്റമറിന് സെലക്ട് ചെയ്യാൻ പറ്റും. കസ്റ്റമർ നെയിം വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു കസ്റ്റമറിനെ ഓൾറെഡി ചൂസ് ചെയ്തു. ഇതാണ് ആ ഒരു കസ്റ്റമറിന്റെ ഈ ഇപ്പൊ നടന്ന ഒരു ട്രാൻസാക്ഷന്റെ ഇൻവോയ്സ്. ഇപ്പൊ നമ്മൾ ക്യാഷ് വെച്ചിട്ട് ഉള്ള ഒരു പേയ്മെന്റ് ആണ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് വെച്ചിട്ടോ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടോ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ കുറച്ച് പ്രോഡക്ട്സ് ആഡ് ചെയ്യാണ്. ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാം. ക്വാണ്ടിറ്റി ഞാനൊരു 5 ആക്കി ഇപ്പോൾ. അപ്പോൾ അവിടെ എമൗണ്ടിലും ഡിഫറൻസ് വന്നു. നമുക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ടോട്ടൽ എമൗണ്ട് ഇത്രയാണ് വന്നേക്കുന്നത്. ഇതിലിപ്പോൾ ഞാനൊരു 2 ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ 28.45 ആയി. ഇപ്പൊ ഞാൻ ആ എമൗണ്ട് ഇവിടെ അപ്ലൈ ചെയ്തു. ടോട്ടൽ 30.45 ആയിരുന്നു. 2 ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ 28.45 ആയി. ഇനി ഇത് ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ക്യാഷ് ആണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് കസ്റ്റമറിന് ആഡ് ചെയ്യാം. നമ്മളപ്പോൾ കസ്റ്റമറിന് ആഡ് ചെയ്തിട്ട് കൊടുത്ത് അപ്പോൾ നമുക്ക് ഇൻവോയ്സ് ജനറേറ്റ് ആയി. ക്രെഡിറ്റ് പേയ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഐറ്റം റിട്ടേൺ പോസിബിൾ ആണ്. ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഐറ്റം കോഡ്, ഐറ്റം നെയിം ആൻഡ് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂ സെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു സെയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്ന കസ്റ്റമർ ലിസ്റ്റ് ആണ്. ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ കിടക്കുന്ന കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് ആണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മോഡിഫൈ ചെയ്യാനും പുതിയ കസ്റ്റമറിനെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും സെർച്ച് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിന് പ്രിന്റ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് റെസിപ്റ്റ് എൻട്രി ആണ്. നമ്മൾ കസ്റ്റമറിന്റെ നെയിം വെച്ചിട്ട് കസ്റ്റമർ ലെഡ്ജറിലേക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാനൊരു കസ്റ്റമറിനെ ചൂസ് ചെയ്തിട്ട് ഒരു എമൗണ്ട് ഇതിലേക്ക് സേവ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ സേവ് ചെയ്ത കസ്റ്റമറിനെ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ലെഡ്ജറിലേക്ക് ആഡ് ചെയ്ത ഡാറ്റ നമുക്ക് കാണാൻ പറ്റും. പ്രീവിയസ്ലി 780 ആയിരുന്നു ക്യാഷ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഡേറ്റിൽ 500 ആഡ് ചെയ്തിട്ടുള്ളതും കാണാൻ പറ്റും. ഇത് നമുക്ക് ഷോ ചെയ്യുന്നത് ഈ ഫിൽറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടാണ്. നമുക്ക് ഇത് ക്യാഷ് അല്ലാത്തത്, ക്രെഡിറ്റ് കാർഡ്, ഡിസ്കൗണ്ട്, ക്രെഡിറ്റ് സെയിൽസ് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. വിത്ത് ഡേറ്റും പോസിബിൾ ആണ്. പിന്നെ ക്യാഷ് ഡ്രോയർ ഓപ്പൺ ചെയ്യാനുള്ളതും കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്.
നെക്സ്റ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആണ് ഈ റിപ്പോർട്ട്സ് എന്നുള്ളത്. ഈ റിപ്പോർട്ട്സ് ഇത്രയും റിപ്പോർട്ട്സ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇമെയിൽ ചെയ്യാനും പറ്റും. ഇപ്പൊ ഡെയിലി സെയിൽസ് സമ്മറി നമുക്കിവിടെ ഡേറ്റ് മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ മന്ത് ഫുള്ളാണ് എടുക്കുന്നത്. ഇതാണ് ഈ മന്തിൽ മെയ് മാസത്തിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സെയിൽസ് ആണ് ഇപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിനെ നമുക്ക് പ്രിന്റ് ചെയ്യാനും പറ്റും. ഇതൊക്കെ നമുക്ക് ഇമെയിൽ ആയിട്ട് അയക്കാനും പറ്റും. ഇപ്പൊ ഞാനിവിടെ ഇമെയിൽ സെൻസ് കൊടുത്തപ്പോൾ നമ്മൾ ഇതിനെ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഇമെയിലിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി സെൻഡ് ആവും. അപ്പൊ നമുക്ക് ഇമെയിൽ സെൻഡ് സക്സസ്ഫുള്ളി എന്ന് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മളിപ്പോ സെൻഡ് ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡി ഞാൻ ഈ ഒരു മെയിൽ ഐ ഡിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ജിമെയിൽ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ കറന്റ് സെയിൽസിന്റെ റിപ്പോർട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാ റിപ്പോർട്ട്സും സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ബാക്ക് ഓഫീസ്. ബാക്ക് ഓഫീസിന്റെ അകത്ത് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ മാസ്റ്റേഴ്സ് ആണ്. ഈ മാസ്റ്റേഴ്സിന്റെ അകത്താണ് ഈ ഐറ്റം ഗ്രൂപ്പ്സ്, ഐറ്റംസ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ മാസ്റ്റേഴ്സിന്റെ അകത്താണ്. ഐറ്റം ഗ്രൂപ്പ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റം ഗ്രൂപ്പ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് എന്ത് മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അങ്ങനെ എല്ലാ ഓപ്ഷൻസും പോസിബിൾ ആണ്. സെർച്ച് ചെയ്യാനും പറ്റും. ഇപ്പൊ ഐറ്റം ഗ്രൂപ്പ്സിൽ സ്റ്റേഷനറി കിടക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ. അപ്പൊ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തില് നമ്മള് എന്തൊക്കെ ഐറ്റംസ് ആണ് ഓരോ ഐറ്റം ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഉള്ളത് എന്നുള്ളതാണ്. മൊത്തത്തിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് എസ് മാത്രം അടിച്ചപ്പോൾ നമുക്ക് വന്ന ഐറ്റംസ് ആണിത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാനും എല്ലാ മോഡിഫിക്കേഷൻസ് ചെയ്യാനും പോസിബിൾ ആണ്. പിന്നെ ഐറ്റം ബ്രാൻഡ്സ് ഉണ്ട്. എന്തെങ്കിലും ഒരു ബ്രാൻഡ് നെയിം നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഐറ്റം ബ്രാൻഡ്സിൽ ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ യൂണിറ്റ്സ് ആണ്. നമ്മളിപ്പോൾ പ്രോഡക്ട്സ് ആഡ് ചെയ്യുന്നത് ബോക്സ്, ലിറ്റേഴ്സ്, പീസസ്, യൂണിറ്റ്സിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വേറെ യൂണിറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് സപ്ലയേഴ്സിന്റെ ഒരു ലിസ്റ്റ് ആണ്. ഇപ്പൊ 3 സപ്ലയേഴ്സിനെ നമ്മൾ ജസ്റ്റ് ഡെമോക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുള്ളൂ. സപ്ലയേഴ്സും അതിന്റെ ബാലൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളതും ടാക്സും എല്ലാവിധ ഡീറ്റെയിൽസും സപ്ലയർ ലിസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള കസ്റ്റമർ ലിസ്റ്റ് ആണ്. ഈ കസ്റ്റമർ ലിസ്റ്റിലേക്ക് നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനും എല്ലാം പോസിബിൾ ആണ്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടെങ്കിലും എല്ലാം ഇവിടെ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ടാക്സസ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് എന്തൊക്കെ ടാക്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ എക്സ്പെൻസസിന്റെ ആണ്. ഇപ്പൊ പെട്രോൾ എക്സ്പെൻസ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസസ് ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബ്രാഞ്ചസ് ആണ്. ഇപ്പൊ ഒരു കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഇൻവോയ്സസ് നമുക്ക് ഒരു സിസ്റ്റത്തിൽ തന്നെ വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ABC ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് ഇൻവെന്ററി. ഇൻവെന്ററിയിൽ ഇത്രയും അധികം റിപ്പോർട്ട്സ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിലുള്ളതാണ് പർച്ചേസ് എൻട്രി. നമുക്കൊരു പർച്ചേസ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ന്യൂ പർച്ചേസസ്, സേവ്, പ്രിന്റ്, സെർച്ച്, ഡിലീറ്റ് ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇതിനു മുമ്പ് നമ്മളൊരു സപ്ലയറിനെ ഇവിടെ ആഡ് ചെയ്യണം. സപ്ലയറിനെ ഒന്നെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം. എക്സിസ്റ്റിംഗ്ലി നമുക്കുള്ള സപ്ലയർ നെയിം വെച്ചിട്ട് ഞാനൊരു സപ്ലയറിനെ സെലക്ട് ചെയ്യാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇൻവോയ്സ് ഡേറ്റും ഇൻവോയ്സ് നമ്പറും എല്ലാം അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് നമ്മളൊരു പർച്ചേസ് ജനറേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സെയിം ലൈക്ക് നമുക്ക് പർച്ചേസ് റിട്ടേണും ചെയ്യാൻ പറ്റും.
പിന്നെ നേരത്തെ നമ്മൾ റിപ്പോർട്ട്സ് കണ്ട റിപ്പോർട്ട്സ് തന്നെയാണ് ഇവിടെ ഉള്ളതും. സെയിൽസ് സമ്മറി, സെയിൽസ് റിട്ടേൺ അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ് എല്ലാം ഉണ്ട്. പർച്ചേസ് സമ്മറി അങ്ങനെ എല്ലാ റിപ്പോർട്ട്സും ഇവിടെ പോസിബിൾ ആണ്. പിന്നെ ഉള്ളത് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സിൽ നമ്മൾ പേയബിൾസ്, റിസീവബിൾസ്, എക്സ്പെൻസസ് എല്ലാം അവൈലബിൾ ആണ്. പേയബിൾസ് നമുക്ക് എന്തെങ്കിലും പേ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ നമുക്കിവിടെ ഡേറ്റ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ മെയ് ഫുൾ മന്തിന്റെയാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ പേയബിൾസ് ആയിട്ട് നമുക്കൊന്നും കിടക്കുന്നില്ല. റിസീവബിൾസ് നോക്കുമ്പോൾ റിസീവബിൾസിന്റെ ലിസ്റ്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡേറ്റ് വെച്ചിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ മെയ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയും റെസിപ്റ്റ് ലിസ്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനെ പ്രിന്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാം പോസിബിൾ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിൽ നമുക്കിവിടെ സൂപ്പർവൈസർ പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് കമ്പനി ഇൻഫർമേഷൻസ് അതുപോലെ സെയിൽസ് ഇൻവോയ്സ് പ്രിന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നത് അതിൻ്റെ സ്റ്റൈലിങ്സ് എല്ലാം ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ പാസ്വേഡ്സ്, ഇമെയിൽ സെറ്റിംഗ്സിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഇമെയിലാണ് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത്. നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇമെയിലിലേക്ക് സെൻഡ് ആവുന്നത്. പിന്നെ ഇവിടെ സെർവർ ഡീറ്റെയിൽസ് ഇങ്ങനത്തെ എല്ലാം ആണ് പിന്നെ പോസിബിൾ ആയിട്ടുള്ളത്. ടാക്സ്, ബാർകോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സെറ്റിംഗ്സിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുക. പിന്നെ ഉള്ളത് ഡാറ്റ ബേക്കപ്പും ഡാറ്റാബേസ് കണക്ഷനുമാണ്. നെക്സ്റ്റ് നമുക്ക് വ്യൂ ചെയ്യുന്നത് വിഷ്വലൈസേഷൻ ആണ്. നമ്മൾ ഡാഷ്ബോർഡിൽ സെയിൽസിനെയും എന്തൊക്കെ ആണ് നടക്കുന്നതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളത് വിഷ്വലൈസേഷൻ ആണ്. ഇപ്പം ഞാൻ ഡേറ്റ് കൊടുത്തേക്കുന്നത് 6 to 16 ആണ്. അപ്പൊ അതുവരെയുള്ള സെയിൽസും അവർലി സെയിൽസ് അങ്ങനെ എല്ലാ റിപ്പോർട്ടിന്റെ വിഷ്വലൈസേഷൻ ആണ് നമുക്കിപ്പോൾ കാണുന്നത്. ഇത്രയും ഓപ്ഷൻസ് ആണ് ബാക്ക് ഓഫീസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് സെയിൽസ് സ്റ്റാറ്റസ് ആണ്. ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ ഒരു ഡേറ്റ് കൊടുക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ ഉണ്ടായിട്ടുള്ള സെയിൽസ് ആണ് ഫുള്ള് നമുക്ക് സെയിൽസ് സ്റ്റാറ്റസിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് ഇമെയിൽ ചെയ്യാനും പറ്റും. നമ്മൾ ഏത് ഇമെയിൽ ആണോ ഇമെയിൽ സെറ്റിംഗ്സിൽ കൊടുത്തിട്ടുള്ളത് അവിടേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് സെൻഡ് ചെയ്യാൻ പറ്റും, പ്രിന്റ് ചെയ്യാനും പറ്റും. പിന്നെ നെക്സ്റ്റ് കൗണ്ടർ ഹിസ്റ്ററി. നമ്മൾ ഓപ്പണിംഗ് ടൈം, ക്ലോസിംഗ് ടൈം, ഓപ്പൺഡ് ബൈ, ക്ലോസ്ഡ് ബൈ, കാഷ്യർ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ക്യാഷ് കൗണ്ടർ ഹിസ്റ്ററിയിലാണ് വ്യൂ ചെയ്യാൻ പറ്റുക. ഏത് സിസ്റ്റം ആണ്, കൗണ്ടർ നമ്പർ എത്ര ആണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ക്യാഷ് കൗണ്ടർ ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ്. പിന്നെ സെറ്റിംഗ്സ് ഓൾറെഡി നമ്മൾ വ്യൂ ചെയ്ത കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ക്ലോസ് കൗണ്ടർ ചെയ്യാൻ പറ്റും. കൗണ്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സെയിൽസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സെയിൽ ഓപ്പൺ ചെയ്താൽ തന്നെയാണ് കൗണ്ടർ ഓപ്പൺ ചെയ്താൽ തന്നെയാണ് പിന്നെ സെയിൽസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാൻ പറ്റും. കൗണ്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ആ ദിവസത്തെ പർച്ചേസസും സെയിൽസും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇമെയിൽ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഹസ്ലസോഫ്റ്റ് റീറ്റെയിലിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. For more details, visit to www.vaslasoft.com.